കേടായിരിക്കും, അല്ലെങ്കിൽ പൈപ്പ് പോകും. പിന്നെ ഈ വാൽവ് എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഇതിലൊക്കെയാണ് ഇതിൻ്റെ പിന്നെ നോർമൽ പൊസിഷനാണ് സർവീസ് മോഡ്. ഇതിൻ്റെ നോർമൽ പൊസിഷനാണ് സർവീസ് മോഡ്. ഇത് സൈഡിലാണ്. ഇതാണ് ആരോ, ഇതാണ് ഇങ്ങനെയാണ് വെള്ളം. പിന്നെ നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നത് ടാങ്കിലേക്ക് വെള്ളം കയറുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെയാണ്. ഇനി പിന്നെ ഇതൊരാഴ്ച കൂടുമ്പോൾ ബാക്ക് വാഷ് ചെയ്യണം. ഇത് 2 ആഴ്ച കൂടുമ്പോൾ റീജനറേഷൻ ചെയ്യണം. അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇതെങ്ങനെ ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ മോട്ടർ ഓഫാക്കിയിടുക, എന്നിട്ട് ഇത് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഇതൊരു ലോക്ക് അല്ലേ, പ്രസ് ചെയ്തിട്ട് ആ പ്രസ്സിങ്ങിൽ തന്നെ തിരിക്കുക. രണ്ടും കൂടെ ബാക്ക് വാഷ്. അപ്പോൾ അതുവരെ തടഞ്ഞു നിർത്തിയ എല്ലാ വേസ്റ്റും അവിടെ പോകും. ഇതൊരു മോട്ടർ ഓണായിക്കോളെ. ഇതിപ്പോൾ ഇത് മാത്രം സർവീസ് ചെയ്യുക. ഈ വെള്ളം ഇങ്ങോട്ട് പോകില്ല, ഇവിടെ കടന്ന് ഇങ്ങോട്ട് പോകില്ല. എല്ലാം ബാക്ക് വാഷ് കൂടെ പുറത്തേക്ക്. അപ്പോൾ എന്താക്കുക, ഒരു മിനിറ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ വെള്ളം ക്ലിയർ ആകുന്ന ആദ്യം നല്ല വെള്ളം വരും. ഇത് കുറച്ച് കഴിഞ്ഞാൽ കലക്കുന്ന വെള്ളമൊക്കെ അടുത്ത വെള്ളമൊക്കെ വരും. അത് ശരിയാകുന്ന നേരം കാണിച്ചാൽ എന്നിട്ട് ക്ലിയർ ആയി കഴിഞ്ഞാൽ എന്താ നോക്കാം. എത്ര സമയമുണ്ടോ? ഇല്ല, സമയം ഏതാണ്ട് 3 മിനിറ്റ് കൊണ്ട് ക്ലിയർ ആവും. ഇപ്പോൾ നേരത്തെ ചെയ്തതിനോട് അപ്പം ആയിക്കോട്ടെ. ഇത് കിട്ടുന്നതിനുണ്ടോ നോക്കാം. എന്നിട്ട് പിന്നെ ഇതിനകത്ത് ഇപ്പം കലങ്ങി കിടക്കും. ആ കലങ്ങിയ വെള്ളം കൂടി പിന്നെ മീഡിയം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് മറിച്ചും പൊരുക്കി കഴിയുന്ന എഫക്റ്റാണ്. പ്രസ് ചെയ്യുക. 3 മിനിറ്റ്. ഇതൊന്നുമില്ല, 1 2 3 കുട്ടികൾ ഓണായിക്കോട്ടെ. 2-നും 3-നും വെള്ളം പുറത്തേക്ക് പോകും. അതുപോലെ ഇതിൻ്റെ 2-നും 3-നും വെള്ളം പുറത്തേക്ക് പോകും. ഇതിൻ്റെ 2 3 എന്ന് പറയുന്നത് ബാക്ക് വാഷ് റിൻസിങ്. ഇതിൻ്റെ 2 3 എന്ന് പറയുന്നത് റീജനറേഷൻ റീജനറേഷൻ എന്താണ്? അപ്പോൾ ഇത് ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് റിൻസിലേക്ക് ആക്കണം. ഒന്നിന്ന് 2 2-ലേക്ക് പോയി വെള്ളം ക്ലിയറായി. അത് കഴിഞ്ഞിട്ട് 3-ലേക്ക് പോയി. 3-നും കുറച്ച് കറക്റ്റ് വെള്ളം വന്നിട്ട് വെള്ളം ക്ലിയറായി. ഇതുവരെ എത്ര മിനിറ്റുകളുണ്ടോ? ഒരു 3 മിനിറ്റും ഒരു 1.5 മിനിറ്റും മതിയാവും. ഇതിന് 3 മിനിറ്റ് 1 മിനിറ്റ് മതിയാവും. സമയം കൊണ്ട് ആവശ്യമില്ല. അപ്പോൾ അത് ഓഫാക്കാം. അപ്പോൾ അതിന് ശേഷം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പരിപാടി ഇതിപ്പോൾ സർവീസ് മോഡിലായി വെള്ളം ക്ലിയർ ചെയ്തിട്ട് ഇങ്ങോട്ട് ഇതിനകത്തേക്ക് വരും. ഇനി ഇതാണ് നമ്മൾ റിജനറേഷൻ ചെയ്യാം. ഇത് പിന്നെ ബാക്ക് വാഷ് അല്ല, റിജനറേഷൻ. അപ്പോൾ എന്താ ചെയ്യുക? ആദ്യം തന്നെ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനകത്ത് ഉപ്പ് നല്ല കല്ല് വേണം. ഉപ്പ് നല്ല കല്ല് ഇപ്പോൾ ഒന്നിലാണ് ഉണ്ടാവുക. നേരെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് വെള്ളം. അതുപോലെ ഈ സർവീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് റീജനറേഷൻ. റീജനറേഷൻ പ്രക്രിയ എന്ന് പറയുന്നത് ഈ ഉപ്പുവെള്ളം വലിച്ചിട്ട് ഉപ്പുവെള്ളത്തിൽ സോഡിയം ഉണ്ടാക്കി സ്റ്റോറാവും. ഇതിൻ്റെ കാൽസ്യം നഷ്ടപ്പെട്ടതായിരിക്കും. കാൽസ്യം ഇങ്ങനെ കുറച്ച് കാൽസ്യം പിടിച്ച് വെച്ചിട്ട് സോഡിയം പോയിട്ടുണ്ടാവും. ആ സോഡിയം പ്രോപ്പർട്ടി റീചാർജ് ആകും. ബാറ്ററി റീചാർജ് ആകുമ്പോൾ ഇതിൻ്റെ ഏരിയ റീചാർജ് ആകും. അപ്പോൾ ഈ റീജനറേഷൻ ഇട്ടിട്ട് മോട്ടർ ഓണാക്കി കഴിഞ്ഞാൽ മോട്ടർ ഓൺ ഈ വെള്ളം വലിച്ചു കൂടെ മോട്ടറിൻ്റെ വെള്ളം കൂടി കൂട്ടിയിട്ടാണ് പുറത്ത്. ഈ സമയത്ത് കുറച്ച് പെട്ടെന്നുണ്ടാവും. സൗണ്ടും ഒറ്റപ്പാടൊക്കെ ഉണ്ടാവും. വെള്ളം ഇറങ്ങുന്നുണ്ട്. ആ വെള്ളം ഇറങ്ങുന്ന വെള്ളം ഏതാണ്ട് പകുതി ഇറങ്ങും. അതിന് പകുതി ഉപ്പിട്ടില്ല. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ വെള്ളം ഓവർ സോഫ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതായിട്ട് എല്ലാവരും സോഫ്റ്റ് പറഞ്ഞു. അത് പ്രോപ്പർട്ടി ഇപ്പം ഉണ്ട്. 2 ആഴ്ച കഴിയുമ്പോഴാണ് ഏതാണ്ട് പകുതി വരെ വെള്ളം. പകുതി കയറാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് അത്ര അറിയില്ല. അപ്പോൾ അത്ര നേരം എത്തുന്നല്ല മനസ്സിലായില്ല. അപ്പോൾ അതവിടെ അപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയാം. ഇതിൻ്റെ ലക്ഷണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾ കണക്കാക്കിയാലോ ഈ വെള്ളം ഇറങ്ങുമ്പോൾ ഫസ്റ്റ് എന്താവും ഇത് 4 ദിവസം വയ്ക്കാൻ നല്ല കൈപ്പയ്ക്കുണ്ടാകും. നല്ല കൈക്കൊണ്ട് കാഞ്ഞിരം പോലെ കഴിക്കും. ഇത് കഴിഞ്ഞ് പകുതി പോലെ വെള്ളം കയറി ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഇതിന് 2 ദിവസം കിട്ടി കഴിഞ്ഞാൽ നല്ല ആ പുകടി വരുമ്പോഴാണ് ഈ പരിപാടികൾ. അതാണ് അതിൻ്റെ കണക്ക്. ഇത് ഏകദേശം എത്ര സമയത്ത് വരും? അത് ഇത് പകുതി വെള്ളങ്ങൾ കഴിച്ചാൽ മതി. വെള്ളം നോക്കണ്ട. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാണ് ഓഫ്. പ്രഷർ താവുന്ന വരെ കാത്തുന്നുണ്ട്. എന്നിട്ട് ഇത് ചിലപ്പോൾ താവുന്നു. ഇത് ഫ്രിഡ്ജിലേക്ക് ഇടുന്നതിനാ പഠിക്കുന്നത് വെച്ചാൽ ഇതിലിപ്പം അധികമുള്ള ഉപ്പിൻ്റെ അത് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞാൽ നല്ല ഉപ്പ് വരും. ഒരു 2 മിനിറ്റ് വെള്ളം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഉപ്പിൻ്റെ സ്വാദൊക്കെ പോയി നോർമലായി. വെള്ളമായി അതോടുകൂടി ഈ പരിപാടി ഓണാക്കിക്കോളി. ഇടുമ്പോഴും മോട്ടർ ഓണാക്കണം. മോട്ടർ ഓണാക്കിയ വെള്ളം കൊണ്ട് ബാക്കി വരും. ഇതിന് ചളിയും കാര്യങ്ങളൊന്നും പുറത്തേക്ക് പോയില്ല. ഇതിൽ നമുക്ക് അറിയാം, കാണാൻ പറ്റില്ല. ഫിസിക്കലി അറിയാം. ഉപ്പ് നോക്കും. ആദ്യം കഴിക്കും, പിന്നെ ഉപ്പായിരിക്കും. പിന്നെ റിൻസിലിടുമ്പോൾ ഉപ്പ് രസം ഉണ്ടാവും. പിന്നെ ഉപ്പ് രസം പോകും. അതൊന്ന് ഒരു പ്രാവശ്യമൊക്കെ നോക്കിയാൽ മതി. പിന്നെ ഒരു സമയത്തിന് മനസ്സിലാവും. ഒരു സമയം
നിങ്ങൾ അതിന് എന്ത് ചെയ്യുക ഓഫാക്കുക, പ്രസ് ചെയ്യുക ഓണാക്കിക്കോളി. ഈ രണ്ട് സർവീസിൽ വന്നു കഴിഞ്ഞാൽ വെള്ളം പിന്നെ നേരോട്ടാവും. ആ സമയത്ത് തന്നെ നമുക്ക് ഇത് നടത്തിയിടുകയും ചെയ്യാം. അടുത്തന്നെ